ചടങ്ങിലെ ഔദ്യോഗികമായി തുടങ്ങുന്നതിൻ്റെ ഭാഗമായി പ്രാർത്ഥന. ശ്രീ മഹാദേവൻ. കൃപാസമുദ്രം സുമുഖം ത്രിനേത്രം ജടാധരം പാർവതി വാമഭാഗം സദാശിവം രുദ്രമനന്തരൂപം ശിവചിദംബരേശം ഹൃദി ഭാവയാമി. ഓം നമഃ ശിവായ. ചടങ്ങിലേക്ക് സ്വാഗതം അർപ്പിക്കുന്നതിനായി എറണാകുളം ക്ഷേത്രക്ഷേമ സമിതി ഖജാൻജി ശ്രീ രഞ്ജിത്ത് വാര്യർ അവരുടെ സാദരം ക്ഷണിക്കുന്നു. ഓം നമഃ ശിവായ. നമ്മുടെ ഇന്നത്തെ മുഖ്യ അതിഥി ശ്രീ പത്മകുമാർ IPS ADGP കേരള പോലീസ് അവർ, സമിതി പ്രസിഡന്റ് ശ്രീ രാജേന്ദ്ര പ്രസാദ് ജി, ഇന്നത്തെ വുമൺ ഓഫ് ദ ഡേ എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ പ്രിയങ്കരിയായ ശ്രീമതി വിലാസിനി ടീച്ചർ, അവരുടെ പതി, നമ്മുടെ പ്രിയങ്കരനായ എറണാകുളത്തപ്പൻ്റെ ഏറ്റവും വലിയ ഭക്തനായിരുന്നു. ഇത് പറയുമ്പോൾ ഒരു വലിയ കാര്യങ്ങൾ പറയുമോ അല്ലെങ്കിൽ ഇത്ര എഫേർട്ട് ഇടുന്നു എന്നുള്ളത് പറയുന്നതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പോയിന്റ് 1, ഒരു റെസ്പോൺസിബിലിറ്റി ഞങ്ങളെല്ലാവരും സമിതി അംഗങ്ങൾ വളരെ ഹാപ്പിലി റെസ്പോൺസിബിൾ ആയിട്ട് ഞങ്ങളുടെ എക്സ്പെൻഡിച്ചറുകൾ കറക്റ്റേൽ ചെയ്യുന്നു. എക്സ്പെൻഡിച്ചറുകൾ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നു എന്നുള്ള പോയിന്റ് 1. പോയിന്റ് 2, നിങ്ങളുടെ എല്ലാവരുടെയും അകമഴിഞ്ഞ സഹായവും നിങ്ങളുടെ കോൺട്രിബ്യൂഷൻസും നിങ്ങളുടെ സപ്പോർട്ടും മനസ്സറിഞ്ഞ് വേണം എന്ന് എനിക്ക് ഏറ്റവും വലിയ ബിഗസ്റ്റ് അപ്പീലാണ് ഇന്ന് എനിക്ക് നിങ്ങളുടെ മുമ്പിലുള്ളത്. ഇത്രയും ചെറിയ വാക്കുകൾ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഡ്യൂട്ടിയിലേക്ക് കിടക്കുകയാണ്. നമ്മുടെ എല്ലാം പ്രിയങ്കരനായ മുഖ്യാതിഥി ശ്രീ പത്മകുമാർ IPS, ബഹുമാന്യനായ ADGP കേരള പോലീസ്, അദ്ദേഹത്തിനെ പറ്റിയിട്ട് എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഞങ്ങൾ ഇരിക്കണേക്കാട്ടിലും എല്ലാവരും നിങ്ങൾക്ക് അറിയായിരിക്കും അദ്ദേഹത്തിന് എത്രത്തോളം പ്രിയങ്കരമാണ് എറണാകുളത്തപ്പൻ്റെ അമ്പലം. അദ്ദേഹം എപ്പോൾ ഇവിടെ ഉണ്ടെങ്കിലും ഔട്ട് ഓഫ് ഫ്രീ ടൈം, ഔട്ട് ഓഫ് ഡ്യൂട്ടി ഉള്ള ടൈമിലാണെങ്കിൽ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പ്രിയ പത്നിയും എപ്പോഴും ഇവിടെ കാണാം. നിങ്ങൾക്ക് വൈകുന്നേരം തൊഴാനാണെങ്കിലും എല്ലാ ആക്ടിവിറ്റീസിനും. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു എറണാകുളത്തപ്പൻ പുരസ്കാരത്തിൽ ഏറ്റവും ഇൻവൈറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു ചീഫ് ഗസ്റ്റ് ആയിരിക്കാം ശ്രീ പത്മകുമാർജി. അദ്ദേഹത്തിന് 1-2 വർഷം ഞങ്ങളിങ്ങനെ എല്ലാവരും കൂടെ സംസാരിക്കുമ്പോൾ പറയുന്നു ലൈറ്റർ നോട്ടിൽ 1-2 വർഷം പല ഒഫീഷ്യൽ ഡ്യൂട്ടികളും കൊണ്ടും ഫ്ലഡിൻ്റെ കാര്യങ്ങളും കൊണ്ടും എത്തിച്ചേരാൻ സാധിച്ചില്ല. ഈ വർഷം അദ്ദേഹത്തിന് എത്തിച്ചേരാൻ സാധിച്ചു എന്നുള്ള ഞങ്ങൾക്ക് വളരെയധികം മനസ്സുകൊണ്ട് ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. പ്രധാനമായിട്ട് എറണാകുളത്തപ്പൻ്റെ ഒരു വലിയൊരു ഭക്തൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് നമ്മുടെ എറണാകുളത്തപ്പനും സമിതിയോടുള്ള സപ്പോർട്ടും കോൺട്രിബ്യൂഷനും അദ്ദേഹത്തിൻ്റെ എല്ലാ സപ്പോർട്ടും എല്ലാ കാലത്തും ഉണ്ടായിരുന്നു എന്നുള്ള വലിയ മനസ്സോടുകൂടി ഈ വാക്കുകൾ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനെ സമിതി അംഗങ്ങളുടെ പേരിലും ഇവിടെ ചേർന്നിരിക്കുന്ന ഭക്തജനങ്ങളുടെ പേരിലും എറണാകുളത്തപ്പൻ്റെ നാമത്തിൽ ആശംസ സ്വാഗതം അറിയിച്ചുകൊണ്ട് ഇന്നത്തെ മുഖ്യ അതിഥി ബഹുമാനപ്പെട്ട കേരള ADGP ശ്രീ പത്മകുമാർ IPS സമിതിക്ക് വേണ്ടി സമിതി അംഗം ശിവരാമകൃഷ്ണ സ്വാമി ഷാൾ അണിയിച്ച് വേദിയിലേക്ക് സ്വീകരിക്കും. ശ്രീമതി കലാക്ഷേത്രം വിലാസിനി ടീച്ചർ, എറണാകുളത്തപ്പൻ പുരസ്കാരം ജേതാവ്, അവരെ പറ്റിയിട്ടും പറയാനായിട്ട് നമ്മുടെ TSRG മുതലും ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പക്ഷെ എന്നാൽ കൂടെ ഒരുപക്ഷെ കലയായിട്ട് സംബന്ധിച്ചുള്ള ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം അവരുടെ കോൺട്രിബ്യൂഷൻസ് എന്താണെന്നും കലകളിലും ആർട്ടിലും അവരുടെ കോൺട്രിബ്യൂഷൻസ് നമുക്ക് ഒരു കാരണവശാലും നമുക്ക് ഇറ്റ് കനോട്ട് ബി ഇഗ്നോർഡ്, ഇറ്റ് കനോട്ട് ബി ഫോർഗോട്ടൺ. എറണാകുളത്തപ്പൻ്റെ ഒരു വലിയ ഭക്തയാണെന്ന് കൂടെ മാത്രമല്ല എറണാകുളത്തപ്പൻ്റെ അനുഗ്രഹങ്ങൾ അവരുടെ എല്ലാ ടാലൻസിലും എല്ലാ അച്ചീവ്മെൻറ്റ്സിലും ഉണ്ടെന്ന് ഞങ്ങൾ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ടാണ് ഇന്ന് അവരെ പോലത്തെ ഒരു പേഴ്സണാലിറ്റീനെ ഇങ്ങനെ ഒരു ചടങ്ങിൽ ഭാഗമാവാൻ ഞങ്ങൾക്ക് എറണാകുളത്തപ്പൻ തോന്നിച്ചതും ഇത്തവണത്തെ ജേതാവാൻ ഞങ്ങൾക്ക് എറണാകുളത്തപ്പൻ്റെ കൂടെ തോന്നിച്ചതും അവർക്കും അവരുടെ പ്രിയ പതിക്കും ഈ വേദിയിലേക്ക് ഹാർദവമായ സ്വാഗതം ഞാൻ നേരുന്നു. ശ്രീമതി കലാക്ഷേത്രം വിലാസിനി ടീച്ചറെ സമിതി അംഗം പ്രിയാനന്ദകുമാർ ഷാൾ അണിയിച്ച് വേദിയിലേക്ക് സ്വീകരിക്കുന്നു.
ടീച്ചറിൻ്റെ പതി ശ്രീ മുരളി സാറിന് സമിതി അംഗം ശ്രീ കെ പി ബാബു ഷാൾ അണിയിച്ച് വേദിയിലേക്ക് സ്വീകരിക്കുന്നു. ശ്രീ TS രാധാകൃഷ്ണൻജി പ്രശസ്ത സംഗീത സംവിധായകൻ നമുക്കെല്ലാവർക്കും അറിയാം. ഒരുപക്ഷെ എറണാകുളത്തപ്പൻ്റെ കീർത്തനങ്ങളാണെങ്കിലും ഭജനകളാണെങ്കിലും ഇത്രയും ഭംഗിയായിട്ട് ഒരുപക്ഷെ വേറൊരു എറണാകുളത്തപ്പൻ്റെ ഭക്തന് സാധിക്കുമോ എന്ന് പോലും പല സമയത്തും നമുക്ക് തോന്നാറുണ്ട്. എറണാകുളത്തപ്പൻ്റെ മണ്ണിൽ വളർന്ന് കളിച്ച് എല്ലാ ആക്ടിവിറ്റീസും എറണാകുളത്തപ്പന് മാത്രം ഡിവോട്ട് ചെയ്തുകൊണ്ട് എല്ലാ അദ്ദേഹത്തിൻ്റെ അച്ചീവ്മെൻറ്റ്സും എറണാകുളത്തപ്പന് ഡിവോട്ട് ചെയ്യുന്ന എത്രയും വലിയൊരു ഭക്തൻ ഒരുപക്ഷെ എറണാകുളത്തപ്പൻ്റെ മണ്ണിൽ ഞങ്ങൾക്കൊരു അനുഗ്രഹമായിരിക്കും എന്ന് വിചാരിക്കുന്നു. എല്ലാവരുടെയും നാമത്തിൽ ശ്രീ TS രാധാകൃഷ്ണൻജീനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. TS രാധാകൃഷ്ണൻജിയെ എറണാകുളം സമിതി അംഗം ശ്രീ വേണുഗോപാൽ ഷാൾ അണിയിച്ച് വേദിയിലേക്ക് സ്വീകരിക്കുന്നു. ഔപചാരികയുടെ പേരിൽ നമ്മുടെ പ്രസിഡന്റ് ശ്രീ രാജേന്ദ്ര പ്രസാദ് ജി, എല്ലാവർക്കും അറിയാം, നമ്മുടെ ഒരു ക്യാപ്റ്റൻ ഇൻ ദി ഹൗസ്, ക്യാപ്റ്റൻ ഇൻ ദ ഷിപ്പാണ്. അദ്ദേഹത്തിനും ഈ വേദിയിലേക്ക് ഫോർമാലിറ്റിയുടെ പേരിൽ സ്വാഗതം ആശംസിക്കുന്നു. അതോടുകൂടി ഇപ്പം നമ്മുടെ സെക്രട്ടറി അഡ്വക്കേറ്റ് ശ്രീ ബാലഗോപാൽ സർ, കമ്മിറ്റി അംഗം ശ്രീ അധികായൻജി, മറ്റ് സമിതി അംഗങ്ങൾക്കും ഭക്തജനങ്ങൾക്കും ഒറ്റ വാക്കിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അധ്യക്ഷ പ്രസംഗം നിർവഹിക്കുന്നതിനായി എറണാകുളം ക്ഷേത്രക്ഷേമ സമിതി അധ്യക്ഷൻ ശ്രീ രാജേന്ദ്ര പ്രസാദ് അവരുടെ സാദരം ക്ഷണിക്കുന്നു. ശംഭോ മഹാദേവ. ഇന്നത്തെ മുഖ്യാതിഥി ഏറ്റവും ബഹുമാനായ ശ്രീ പത്മകുമാർ IPS അവർ, നമ്മളിന്ന് ആദരിക്കുന്ന നമ്മുടെ എല്ലാം ആദരവുകളും തൻ്റെ കലാസൃഷ്ടി കൊണ്ട് കലാവൈഭവം കൊണ്ട് പിടിച്ചു പറ്റിയ പ്രിയങ്കരിയായ വിലാസിനി ടീച്ചറിൻ്റെ പതി ശ്രീ മുരളിച്ചേട്ടൻ, നമ്മുടെ എല്ലാം പ്രിയങ്കരനും എറണാകുളത്തപ്പൻ്റെ കഠിനഭക്തനുമായ രാധാകൃഷ്ണൻജി, എൻ്റെ സഹപ്രവർത്തകരായ ബാലഗോപാൽ, അധികായൻ രഞ്ജിത് വാര്യർ, മറ്റ് കമ്മിറ്റി അംഗങ്ങളെ, മുൻ പ്രസിഡന്റ് ശ്രീ ജനാർദ്ദനൻ, മറ്റ് ഇവിടെ കൂടിയിരിക്കുന്ന ഭക്തജനങ്ങളെ, ഇന്ന് നിങ്ങളുടെ മുൻപിൽ ഇവിടെ നിൽക്കുമ്പോൾ വളരെ സന്തോഷത്തിൻ്റെ നിമിഷങ്ങളാണ്. കാരണം ഇത്ര നല്ലൊരു പ്രതിഭയെ ആദരിക്കുവാൻ ഒരവസരം എറണാകുളത്തപ്പൻ നമുക്ക് തന്നു. അതിൽ പ്രത്യേകിച്ച് ഈ വർഷം ഞങ്ങളിതിന് മുതിരുന്നതിന് വേറൊരു കാരണം കൂടിയുണ്ട്. ഞങ്ങളുടെ ഒരു ആഗ്രഹമാണ്, അത് എറണാകുളത്തപ്പൻ നടത്തരുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. തിരുവനന്തപുരത്ത് ചെറിയ രീതിയിൽ തുടങ്ങിയ സൂര്യ ഫെസ്റ്റിവൽ ഇന്ന് ലോക പ്രശസ്ത ഒരു ഫെസ്റ്റിവലായി മാറിയിരിക്കുകയാണ്. അതുപോലൊക്കെ എറണാകുളത്തപ്പൻ്റെ നാമധേയത്തിൽ എറണാകുളത്തപ്പൻ അന്താരാഷ്ട്ര നൃത്തോത്സവം എന്നുള്ള ഒരു സംരംഭത്തിന് ഈ വർഷം തുടക്കമാവുകയാണ്. ഈ മാസം 1-ാം തീയതിയും 3-ാം തീയതിയുമായി DS ഗ്രൗണ്ടിൽ നമ്മുടെ പ്രശസ്ത സിനിമാ നടി നവ്യ നായർ അത് ഉദ്ഘാടനം ചെയ്യും. അതിൻ്റെ ഒരു തുടക്കമാണ് ഇന്നിവിടെ നടക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു നൃത്തോത്സവത്തിന് നമ്മൾ തുടക്കം കുറിക്കുമ്പോൾ കേരളത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തയായ ഒരു നർത്തകി, ഇന്ന് ഗുരു, ഇവിടെ ഇരിക്കുന്ന പലരുടെയും, എൻ്റെ 2 കുട്ടികളുടെ ഗുരുവാണ് വിലാസ് ടീച്ചർ. ഇനിയും എൻ്റെ മകളുടെ വിലാസ് ടീച്ചർ അടുത്ത മാസം വിടാൻ പോകുന്നു. അങ്ങനെ പാരമ്പര്യം ഒരുപാടുള്ള വിലാസ് ടീച്ചർ അശ്വതി സമയത്ത് ടീച്ചറെ നമുക്ക് ആദരിച്ചില്ലെങ്കിൽ, ഈ മണ്ണിൽ ആദരിച്ചില്ലെങ്കിൽ നമ്മളോട് തന്നെ ചെയ്യുന്ന തെറ്റായിരിക്കും, നമ്മുടെ അടുത്ത തലമുറയോട് ചെയ്യുന്ന തെറ്റായിരിക്കും. അതിന് എറണാകുളത്തപ്പൻ നൽകിയൊരു അവസരമാണ്. ഈ അവസരത്തിന് ടീച്ചറെ ആദരിക്കുവാൻ, നമ്മുടെ ആദരവ് ടീച്ചർക്ക് നൽകുവാൻ ഏറ്റവും
യോഗ്യനായ ഒരാളിനെയാണ് നമുക്കിന്നിവിടെ കിട്ടിയിരിക്കുന്നത്. എന്തുകൊണ്ട് ഒരു നിമിത്തം പോലെ അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ വീടും ടീച്ചറിൻ്റെ പതിയുടെ വീടും തൊട്ടടുത്ത വീടുകളാണ്, പന്തളത്ത് തൊട്ടടുത്ത വീടുകളാണ്. അപ്പം അങ്ങനെ വളരെ യാദൃശ്ചികമായിട്ടാണ് അങ്ങനെ സംഭവിച്ചെങ്കിൽ പോലും അത് ഭഗവാന്റെ ഒരു നിയോഗമായിട്ട് കരുതുകയാണ്. ആ ഒരാദരവ് ടീച്ചർക്ക് ഈ കൈകളിൽ നിന്ന് ഏറ്റുവാങ്ങാൻ പറ്റുന്നതിൻ്റെ ഒരു ഭാഗ്യമായിട്ട് കരുതുന്നു. അത്ര നല്ലൊരു മനസ്സിൻ്റെ ഉടമയാണ്. പോലീസ് വേഷമൊക്കെ മാറ്റിവെച്ചാൽ ഏറ്റവും നല്ലൊരു മനുഷ്യനാണ്. അപ്പോൾ ആ ഒരു വ്യക്തിത്വത്തിൽ നിന്നും ഇങ്ങനെ ഒരു ആദരവ് കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു മഹാഭാഗ്യമാണ്. ഇങ്ങനെ ഈ അവസരത്തിൽ ഇത്രയധികം ശിഷ്യരും ശിഷ്യഗണങ്ങളെ കേരളത്തിലുടനീളം ലോകത്തിന്റെ നാനാഭാഗത്തും ഉള്ള വിലാസ് ടീച്ചർ എറണാകുളത്തപ്പൻ്റെ അനുഗ്രഹത്താൽ ഇനി ഒരുപാട് ശിഷ്യഗണങ്ങൾക്ക് ശിക്ഷണങ്ങൾ ഉണ്ടാകുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ പ്രാർത്ഥന ടീച്ചറോടൊപ്പം ഉണ്ടാകണം. എല്ലാ അനുഗ്രഹങ്ങളും എറണാകുളത്തപ്പൻ നൽകട്ടെ. എല്ലാ സൗഭാഗ്യങ്ങളും ഇനിയും എറണാകുളത്തപ്പൻ നൽകട്ടെ. എല്ലാ ആശംസകളും ഞങ്ങൾ നേരുന്നു. ടീച്ചറുടെ കുടുംബത്തിന് എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാകാൻ ഒരിക്കൽ കൂടി എറണാകുളത്തപ്പനോട് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കെല്ലാം എറണാകുളത്തപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ശംഭോ മഹാദേവ. കലാക്ഷേത്രം വിലാസിനി ടീച്ചർക്ക് ഒരു ആമുഖം ആവശ്യമില്ലെങ്കിലും ഔദ്യോഗിക ചടങ്ങിൻ്റെ ഒരു ഭാഗമെന്ന നിലയ്ക്ക് ടീച്ചറെ കുറിച്ചുള്ള ഒരു ആമുഖം ടീച്ചറുടെ ശിഷ്യ ശ്രീമതി പ്രിയ അജിത് നിർവഹിക്കുന്നതാണ്. ഗുരുഭ്യോ നമഃ. വേദിയിൽ ഉപവിഷ്ടരായ ശ്രീ പത്മകുമാർജി, ഞങ്ങളുടെ വിലാസിനി ടീച്ചർ, മുരളി സർ, രാധാകൃഷ്ണൻ സർ, ക്ഷേമസമിതി അംഗങ്ങളെ, ഭക്തജനങ്ങളെ, പ്രിയപ്പെട്ട കുട്ടികളെ, ഇങ്ങനൊരു ആവശ്യം എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഞാൻ എത്ര സുഖം ചെയ്തിരിക്കുന്നു എന്ന് വെച്ചാൽ എനിക്കും എൻ്റെ മകൾക്കും ടീച്ചറിന്റെ കീഴിൽ നൃത്തം അഭ്യസിക്കുവാനുള്ളൊരു ഭാഗ്യം ഭഗവാൻ തന്നു. അതിൽ എന്നും കൃതജ്ഞതയുണ്ട്. ടീച്ചറെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്, എന്നാലും ഞാൻ ചുരുക്കി പറയാം. ഗാന്ധർവം ചേഹനാട്യം ച യസമൃത് പരിപാലയേ ലഭതേ സദ്ഗതിം പുണ്യം സമം ബ്രഹ്മശിവീർനര. സംഗീതത്തെയും നാട്യത്തെയും വേണ്ടതുപോലെ പരിപാലിക്കുന്നവർക്ക് ബ്രഹ്മർഷികളെ പോലെ പുണ്യമായ സദ്ഗതി ലഭിക്കുമെന്ന് ഭരതമുനി നാട്യശാസ്ത്രത്തിൽ പറയുന്നു. ഋഷിവര്യന്മാർ യോഗത്തിലൂടെ നേടുന്ന മോക്ഷം ആത്മാർത്ഥമായ നൃത്യാഭ്യാസനത്തിലൂടെയും അവതരണത്തിലൂടെയും ആസ്വാദനത്തിലൂടെയും നർത്തകർക്ക് നേടാനാവും. അതുകൊണ്ട് തീർച്ചയായും നൃത്തം ഒരു യോഗമാണ്. എങ്ങനെയാണ് ആ യോഗത്തെ സ്വായത്തമാക്കുക? യോഗ കർമ്മ സുകൗശലം എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നു. അതായത് കുശലതയോടുള്ള കർമ്മമാണ് യോഗമെന്ന്. അങ്ങനെയെങ്കിൽ തീർച്ചയായും നൃത്തം കുശലതയുള്ള കർമ്മം തന്നെയാണ്. ആ നൃത്തത്തെ ജീവിതചര്യയാക്കി മാറ്റി നൃത്തകലയുടെ ആൾരൂപമായി മാറിയ നാട്യാചാര്യയാണ് ശ്രീ കലാക്ഷേത്ര വിലാസിനി ടീച്ചർ. ഭരതനാട്യത്തിൻ്റെ തനതായ രൂപത്തെ തമിഴകത്ത് നിന്ന് ഈ മണ്ണിലേക്ക് ഇവിടുത്തെ ജനങ്ങൾക്ക് അഭ്യസിപ്പിച്ചു കൊടുക്കാൻ
കനിഞ്ഞു നൽകിയ ഒരു വരമാണ് നമുക്ക് വിലാസിനി ടീച്ചർ. അതിന് ഞങ്ങൾ ഇന്നും കടപ്പെട്ടിരിക്കുന്നു. ഇതിനോടകം ടീച്ചർ ഒരുപാട് കുട്ടികളെ അഭ്യസിപ്പിച്ചിട്ടുണ്ട്. സിനിമ സീരിയൽ രംഗത്ത് ഒരുപാട് നടന്മാർ ടീച്ചറിന്റെ കീഴിൽ നൃത്തം അഭ്യസിച്ചിട്ടുണ്ട്. ഒരുപാട് പേർ ഇന്ത്യയുടെ പുറത്ത് നൃത്ത വിദ്യാലയങ്ങൾ തുടങ്ങിയിട്ട് ബിടെക്, മെഡിസിൻ, സയന്റിസ്റ്റ് എന്ന രീതിയിൽ വിദ്യാഭ്യാസം ഉണ്ടായിട്ടും അതെല്ലാം മാറ്റിവെച്ച് അവർ നൃത്തത്തെ ഉപാസിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അത് തന്നെ ടീച്ചറുടെ മഹാത്മ്യത്തെ ആണ് നമുക്ക് കാട്ടിത്തരുന്നത്. പിന്നെ ടീച്ചറിന്റെ ഔദ്യോഗിക ജീവിതത്തെക്കുറിച്ച് സംക്ഷിപ്തമായി ഞാൻ പറയാം. 1958 ടീച്ചർക്ക് കേരള ഗവൺമെന്റ് സ്കോളർഷിപ്പോടുകൂടി കലാക്ഷേത്രത്തിൽ പ്രശസ്ത നർത്തകി രുക്മിണി ദേവിയുടെ കീഴിൽ ഭരതനാട്യം അഭ്യസിക്കാനുള്ള ഭാഗ്യം നൽകിക്കൊണ്ട് ഈ അനുഗ്രഹീത കലാകാരിയെ അനുഗ്രഹിച്ചിരുന്നു. അവിടുത്തെ നൃത്യാഭ്യാസനത്തിന് ശേഷം ടീച്ചർ 1972 RLV കോളേജിൽ ഭരതനാട്യം ഡിപ്പാർട്ട്മെന്റ് ഹെഡായി വർക്ക് ചെയ്യാൻ തുടങ്ങി. അതിനുശേഷം ടീച്ചർ നൃത്തശ്രീ തുടങ്ങിയപ്പോൾ ഞാൻ 79 വളരെ ചെറിയ കുട്ടിയാണ്. ഞങ്ങൾ മെഡ്രാസിൽ നിന്ന് ട്രാൻസ്ഫർ ആയി വന്നവരായിരുന്നു. അപ്പൊ നൃത്തം എനിക്കൊരു പാഷനായിരുന്നു. അന്നും എന്നും പാഷൻ തന്നെയാണ്. അപ്പൊ വീടിനടുത്തായതുകൊണ്ട് ടീച്ചറുടെ അടുത്ത് പോയി. 1979 തൊട്ട് എനിക്ക് ടീച്ചറെ നല്ല പരിചയമാണ്. 1989 വരെ ഞാൻ ടീച്ചറിന്റെ അവിടെ നൃത്തം അഭ്യസിച്ചു. അതിനുശേഷം എനിക്ക് എൻ്റെ കൂടെ സംഗീതം ഉള്ളതുകൊണ്ട് ഞാൻ സംഗീതം ഐച്ഛിക വിഷയമായി പഠിക്കാൻ തിരുവനന്തപുരത്ത് വിമൻസ് കോളേജിൽ ചേർന്നു. പക്ഷെ അന്നും വരുന്ന സമയത്ത് ഞാൻ ടീച്ചറിൻ്റെ അടുത്ത് പോയി പഠിക്കാറുണ്ട്. പിന്നെ ജോലി ആയതിനു ശേഷം എനിക്ക് വന്ന് റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഞാൻ എന്നും ടീച്ചറായിട്ടൊരു കണക്ഷൻ ഉണ്ടായിരുന്നു. ഒരു സംഗീതജ്ഞ എന്ന രീതിയിൽ പറ്റുന്ന അവസരങ്ങളിലൊക്കെ നൃത്തം അവതരിപ്പിക്കാൻ പറ്റില്ലെങ്കിലും ടീച്ചറിന്റെ ശില്പശാലകളിലും പ്രോഗ്രാംസിനും പാടാൻ എനിക്കൊരു അവസരം കിട്ടിയിട്ടുണ്ട്. ആ ഒരു ഭാഗ്യം അത് എന്ന് ഞാൻ സ്മരിക്കുന്നു. ടീച്ചർക്ക് നാട്യാചാര്യ, നാട്യശ്രീ, നാട്യരത്ന, ഭാവലയ എന്ന പേരുള്ള പല പുരസ്കാരങ്ങൾ ഇന്ത്യയിലും മസ്കറ്റ്, ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ടീച്ചർക്ക് ലഭിച്ചിട്ടുണ്ട്. ടീച്ചറെ കുറിച്ച് എന്നും ഓർമ്മയിൽ നിൽക്കുന്ന ഒരു അമ്മയുടെ വാത്സല്യം. അമ്മ എപ്പോഴും സ്നേഹിക്കുകയല്ലോ, ശാസിക്കും. ചിലപ്പോൾ ഒരു തല്ല് കിട്ടും, അത് ഞങ്ങൾക്ക് കിട്ടാറുണ്ട്. മുദ്ര ശരിയില്ലെങ്കിൽ, ചുവട് ശരിയില്ലെങ്കിൽ ഇന്നും ടീച്ചറിന് ഒരു മടിയില്ല. എത്ര വലിയ കുട്ടികളായാലും ടീച്ചർ അത് ശാസിക്കാറുണ്ട്. അത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ ടീച്ചർ എത്ര ആത്മാർത്ഥതയോടുകൂടിയാണ് നമുക്ക് ഓരോ ചുവടുകളും ഇന്നും ഈ അശ്വതി 80ാം ഇത് ആഘോഷിക്കുന്ന ടീച്ചർ ഇന്നും എനിക്ക് തോന്നുന്നു നമ്മളേലൊക്കെ കൂടുതൽ എനർജറ്റിക്കാണ് ടീച്ചർ. ടീച്ചർ ഇന്നും നന്നായിട്ട് നൃത്തം ചെയ്യും. ടീച്ചറിന്റെ ക്ലാസ്സിൽ വന്നിരുന്നാൽ അറിയാം. അങ്ങനെയുള്ളൊരു ഭാഗ്യം ലഭിച്ചു എനിക്ക് ഈ വേദി ടീച്ചറെ കുറിച്ച് 2 വാക്ക് സംസാരിക്കാൻ നൽകിയത് വലിയൊരു ഭാഗ്യം തന്നെ. ടീച്ചർക്ക് ഇനിയും ഒരുപാട് കലാകാരന്മാർക്ക് അഭ്യസിച്ചു കൊടുക്കാൻ ഭഗവാൻ ആയുരാരോഗ്യ സൗഖ്യങ്ങളും സർവ്വ ഐശ്വര്യങ്ങളും ടീച്ചർക്കും ടീച്ചറുടെ കുടുംബത്തിനും. സാറിന് ശൈലജ ചേച്ചി, സുനി ചേച്ചി, ഞങ്ങൾ വിളിക്കണം മിനി ചേച്ചി, സുനി ചേച്ചി എന്നാ വിളിക്കണേ. എല്ലാവർക്കും ആവോളം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. അടുത്തതായി നമ്മളേവരും കാത്തിരിക്കുന്ന അസുലഭ മുഹൂർത്തമാണ്. അശ്വതി ആഘോഷിക്കുന്ന കലാക്ഷേത്രം വിലാസിനി ടീച്ചറെ സമാദര സമർപ്പണം നടത്തുന്നതിനായി മുഖ്യാതിഥി കേരള ADGP ശ്രീ കെ പത്മകുമാർ IPS അവരുടെ സാദരം ക്ഷണിക്കുന്നു. അത് ഏറ്റുവാങ്ങുന്നതിനായി വിലാസിനി ടീച്ചറെയും സാദരം ക്ഷണിക്കുന്നു.
ആശംസാവചനങ്ങൾ ചൊരിയുന്നതിനായി ബഹുമാനപ്പെട്ട ADGP പത്മകുമാർ സാറിനെ സാദരം ക്ഷണിക്കുന്നു. യോഗത്തിൻ്റെ അധ്യക്ഷൻ എറണാകുളം ക്ഷേത്രക്ഷേമ സമിതി അധ്യക്ഷൻ ശ്രീ പി രാജേന്ദ്ര പ്രസാദ് അവർ, ഇന്നത്തെ ഇവിടുത്തെ പ്രധാന ആകർഷണവും ഇവിടുത്തെ പ്രധാനപ്പെട്ട വ്യക്തിയുമായ വിലാസിനി ടീച്ചർ, വേദിയും സദസ്സിലും മറ്റ് വിശിഷ്ട വ്യക്തികളെ സുഹൃത്തുക്കളെ, കഴിഞ്ഞ 10 വർഷമായിട്ട് എല്ലാ വർഷവും മുടങ്ങാതെ എറണാകുളത്ത് അമ്പലത്തിലെ ഉത്സവത്തിന് ഏതെങ്കിലും ഒരു ദിവസം ഏതെങ്കിലും ഒരു ഫംഗ്ഷന് ഞാൻ പങ്കെടുക്കാറുണ്ട്. കഴിഞ്ഞ 2 വർഷമായി ക്ഷേത്രക്ഷേമ സമിതി നടത്തുന്ന സാംസ്കാരിക പരിപാടികളിൽ പങ്കെടുക്കാനായിട്ട് എന്നെ 2 പ്രാവശ്യം ക്ഷണിച്ചു. 2 പ്രാവശ്യം അവസാന നിമിഷം എനിക്ക് അത് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. ഒരു പ്രാവശ്യം പ്രളയത്തിൻ്റെ സമയത്തായിരുന്നു. അങ്ങനെ 2 ഒഴിവാക്കാൻ വയ്യാത്ത സാഹചര്യത്തിൽ ഒഴിവാക്കേണ്ടി വന്നു. അതെനിക്ക് വളരെ വിഷമമുണ്ടാക്കിയ 2 കാര്യങ്ങളാണ്. അതുകൊണ്ട് ഇത്തവണ ശ്രീ രാജേന്ദ്ര പ്രസാദിനെ ക്ഷണിച്ചപ്പോൾ എങ്ങനെയെങ്കിലും ഇത്തവണ പങ്കെടുത്തേ കഴിയൂ എന്നുള്ളതുകൊണ്ട് എനിക്ക് സത്യത്തിൽ തിരുവനന്തപുരത്ത് ചില പ്രോഗ്രാംസ് എന്ന് വെച്ചിരുന്നു. ഞാൻ ഇന്നലെ അത് പോയി തീർത്ത് വന്ന് എങ്ങനെയെങ്കിലും ഇന്നത്തെ പരിപാടി പങ്കെടുക്കണം എന്നെനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. കാരണം ഈ ചടങ്ങ് എല്ലാ വർഷവും ക്ഷേത്രക്ഷേമ സമിതി നടത്തുന്ന ഈ സാംസ്കാരിക ചടങ്ങുകളും അതിൽ കൊടുക്കുന്ന പുരസ്കാരത്തിൻ്റെ വിലയിലോ അതിൻ്റെ സാമ്പത്തികമായ കാര്യത്തിലോ അല്ല അതിൻ്റെ പ്രാധാന്യം. കേരളത്തിൻ്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ കേരളത്തിൻ്റെ സംസ്കാരം വളർന്നിട്ടുള്ളത് ക്ഷേത്രങ്ങളെ കേന്ദ്രീകരിച്ചാണ്. നമ്മുടെ ക്ഷേത്രകലകളും നമ്മുടെ സുകുമാര കലകളും എല്ലാം തന്നെ വളർന്നതും പരിപോഷിക്കപ്പെട്ടതും ക്ഷേത്രങ്ങളെ ചുറ്റിപ്പറ്റി ക്ഷേത്രങ്ങളുടെ ഉത്സവങ്ങളുടെ ഭാഗമായിട്ട് തന്നെയാണ്. അതുകൊണ്ട് ക്ഷേത്രത്തിലെ ഉത്സവങ്ങൾ, കേരളത്തിലെ ക്ഷേത്രത്തിലെ ഉത്സവങ്ങൾ പ്രത്യേകിച്ചും മറ്റ് സംസ്ഥാനങ്ങൾ അതുപോലെയല്ല, കേരളത്തിലെ ക്ഷേത്ര ഉത്സവങ്ങൾ ഭക്തിയുടെ കേന്ദ്രങ്ങൾ മാത്രമല്ല, കേരള സംസ്കാരം ഊട്ടി ഉണർത്തുന്ന ഒരു വലിയൊരു ദൗത്യം കൂടി നമ്മുടെ ക്ഷേത്രങ്ങൾ നിർവഹിക്കുന്നു. പ്രത്യേകിച്ച് എറണാകുളം അമ്പലം പോലെ വളരെ പൗരാണികമായ ക്ഷേത്രങ്ങളാണ് അത് ഏറ്റവും കൂടുതൽ ആ കടമ നിർവഹിച്ചു കൊടുക്കുന്നത്. മറ്റ് പല ക്ഷേത്രങ്ങളിലും കാണാറുണ്ട്, നമ്മുടെ ഉത്സവങ്ങളിൽ കാണാറുണ്ട്. നമ്മുടെ നാടിൻ്റെ പല ഭാഗത്തും സാംസ്കാരിക പരിപാടികൾ നടക്കുന്നെങ്കിലും അതൊന്നും ക്ഷേത്രകലകളെയോ കേരളത്തിലെ സംസ്കാരത്തിനെ പരിപോഷിക്കുന്ന രീതിയിലുള്ള ചടങ്ങുകളല്ല, വെറും കലാപരിപാടികളായി മാറുന്നു എന്ന് നമുക്ക് കാണാം. അപ്പോൾ ഇതുപോലുള്ള നമ്മുടെ ക്ഷേത്രങ്ങളെ കേന്ദ്രീകരിച്ചുള്ള കലകൾ, കേരളീയ കലകൾ, നമ്മുടെ സംസ്കാരത്തെ ഉദ്ഘോഷിക്കുന്ന കലകൾ, കലാരൂപങ്ങൾ, അത് ശാസ്ത്രീയ സംഗീതമായാലും നൃത്തങ്ങളായാലും മറ്റു കലാരൂപങ്ങളായാലും പരിപോഷിക്കുന്ന ചടങ്ങായി ഒരു വേദിയായി ഉത്സവം ഉപയോഗിക്കുന്നത് ക്ഷേത്രക്ഷേമ സമിതി ഭാരവാഹികൾ പ്രത്യേകം അഭിനന്ദനം അറിയിക്കുന്നു. ശ്രീമതി വിലാസിനി ടീച്ചറെ കുറിച്ച് വിശദമായി ഇവിടെ അവതരിപ്പിച്ചു കഴിഞ്ഞു. ടീച്ചറുടെ നൃത്തത്തോടുള്ള പാഷനും ടീച്ചർ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരുപാട് വ്യക്തിത്വങ്ങളെ കുറിച്ചെല്ലാം വിശദമായി ഇവിടെ പ്രതിപാദിച്ചു കഴിഞ്ഞു. അതിലേക്ക് ഞാൻ പോകുന്നില്ല. മാത്രമല്ല ഒരുപാട് കുട്ടികൾ ഇവിടെ മണിക്കൂറുകളായി ഡാൻസ് ചെയ്യാനായിട്ട് ഡ്രസ്സ് ചെയ്ത് കൊച്ചുകുട്ടികളോട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ മുമ്പിൽ ഒരു വിലങ്ങ് നൽകിയ നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈ ചടങ്ങിനെ ക്ഷണിച്ച ക്ഷേമ സമിതി ഭാരവാഹികളോട് നന്ദി പറഞ്ഞുകൊണ്ട് വിലാസിനി ടീച്ചർക്ക് എല്ലാ ഭാവങ്ങളും നേരുന്നു. ടീച്ചർക്ക് ഇതേ വേദിയിൽ തന്നെ 100ാം ജന്മദിനം ആഘോഷിക്കാനുള്ള അവസരം കൂടി ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പരന്നു കിടക്കുന്ന ശിഷ്യരെയും പ്രശിഷ്യരെയും പലപ്പോഴും ആദ്യകാല ശിഷ്യന്മാർ ഇപ്പോൾ ടീച്ചറുടെ ഇപ്പോഴത്തെ ശിഷ്യന്മാരുടെ രക്ഷാകർത്താക്കൾ കൂടിയാണ്. അങ്ങനെയുള്ള രക്ഷാകർത്താക്കളുടെയും ശിഷ്യരുടെയും പ്രശിഷ്യരെയും പ്രതിനിധീകരിച്ചുകൊണ്ട് മഹിമ, ദീപാ വർമ്മ, ഡോക്ടർ ശക്തി പാർവതി എന്നിവർ ഒരു ദക്ഷിണ നൽകുകയാണ്. അടുത്ത ആശംസാ പ്രസംഗത്തിനായി എന്നും എറണാകുളത്തുകാർക്ക് ഭക്തി എന്ന് ആലോചിക്കുമ്പോൾ മനസ്സിലോടി തെളിയുന്ന ആ രൂപം ശ്രീ ടി.എസ്. രാധാകൃഷ്ണൻജി അവരുടെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു.
മുഖ്യാതിഥിയായി എത്തിയിരിക്കുന്ന ബഹുമാനപ്പെട്ട പത്മകുമാർ സാർ, ഇന്നത്തെ ആദരവ് ഏറ്റുവാങ്ങാൻ ഇവിടെ എത്തിയിട്ടുള്ള നാട്യ ആചാര്യ കലാക്ഷേത്ര ശ്രീമതി വിലാസിനി ടീച്ചറുടെ പാദങ്ങളിൽ എൻ്റെ പ്രണാമം. അതുപോലെ തന്നെ മുരളി സാറിനോടും, പിന്നെ മറ്റുള്ളത് ഈ കുടുംബത്തിലെ അംഗങ്ങളാണ്. നമ്മുടെ സമിതിയിലെ പ്രസിഡന്റ് പ്രസാദ് സാർ, ബാലഗോപാൽ, ഭാരത്, ശ്രീ അധികായൻ, സജ്ജനങ്ങളെ. ഒരുപക്ഷെ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും, സംഗീതം അല്ലെങ്കിൽ ഭക്തിഗാനം കൊണ്ട് നടക്കുന്ന ഒരുത്തൻ എന്താണ് ഈ വേദിയിൽ ഒരു പങ്കെന്ന്. സത്യമായിട്ട് ഇതിന് വന്ന് ക്ഷണിച്ചപ്പോൾ ഞാനും അത് ആലോചിക്കാതില്ല. പക്ഷേ മറ്റൊന്നും ആലോചിച്ചില്ല. ഇത് എറണാകുളത്തപ്പൻ്റെ ആജ്ഞയാണിത്. അദ്ദേഹം എന്ത് തോന്നിക്കുന്നോ അത് ഇവിടെ വന്ന് ആ കർമ്മം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ വിശ്വാസം. അതിൽ മനസ്സിൻ്റെ ഏറ്റവും വലിയ സന്തോഷം. ഏതാണ്ട് 4 പതിറ്റാണ്ടായി ടീച്ചറായിട്ടുള്ള ബന്ധം. ഞാൻ ഒരു 6 കൊല്ലക്കാലം ഇവിടെ ഗുരുഗോപിനാഥ സാറിൻ്റെ ശിഷ്യനായിരുന്ന ശ്രീ രാധാകൃഷ്ണൻ മാസ്റ്ററുടെ കീഴിൽ നാട്യം അഭ്യസിച്ചിട്ടുണ്ട്, ബാലയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ വിലാസിനി ടീച്ചർ ഫൈൻ ആർട്സിൽ അവതരിപ്പിച്ച ചില നൃത്ത ശില്പങ്ങളിൽ പാടുവാനുള്ള മഹാഭാഗ്യം കൂടി എനിക്ക് സിദ്ധിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള ചില കാരണങ്ങൾ കൊണ്ടായിരിക്കാം ഇന്നത്തെ ഈ ആശംസാ പ്രസംഗത്തിന് ഭഗവാൻ എന്നെ തിരഞ്ഞെടുത്തത്. പത്മകുമാർ സാറ് പറഞ്ഞ പോലെ വളരെ നേരമായി ഇവിടെ കുട്ടികൾ അവരുടെ കല അവതരിപ്പിക്കുവാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഒരു ദീർഘമായ പ്രസംഗത്തിന് ഞാനും മുതിരുന്നില്ല. ക്ഷേത്ര ക്ഷേമ സമിതിയുടെയും കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെയും വളരെ പറയാൻ പ്രശംസിച്ചാൽ എത്ര മതിയാവില്ല, അത്രയും വലിയ ഒരു കർമ്മമാണ് അവർ ചെയ്തത്. ഇന്നലെ വിജയന്മാരാരെ ഇവിടെ ആദരിക്കേണ്ടായി. ഇതുപോലെ എല്ലാ വർഷവും ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം അത് പബ്ലിക്കിൽ അവരെ അംഗീകരിക്കപ്പെടുക എന്നുള്ളത് എത്ര വർഷം നമ്മൾ ആ സൗകര്യം കൊണ്ട് നടന്നാലും അത് ഓരോന്നും നമുക്കൊരു പുതിയ ഭഗവത് പ്രസാദമായിട്ടാണ് ഞാൻ കാണുന്നത്. ടീച്ചർക്ക് ഈ പ്രായത്തിൽ നിങ്ങൾക്ക് ആ മുഖം കണ്ടാൽ അറിയാം, ഇന്നും ആ പ്രായത്തെ പറഞ്ഞ് അവരൊരിക്കലും ഞാൻ കാണിക്കില്ല. കാരണം അത്രത്തോളം തൻ്റെ കർമ്മത്തിൽ ആ സമർപ്പണം മാത്രം കൊണ്ട് നടക്കുന്ന ഒരു മഹാനായ കലാകാരിയാണ് വിലാസിനി ടീച്ചർ. ഇത് വെറുതെ ഞാൻ പറയുകയില്ല, വളരെ അപൂർവമായിട്ട് ചിലവർക്ക് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. ടീച്ചറുടെ ആ മുഖത്തെ പുഞ്ചിരി കണ്ടാലറിയാം. ശിഷ്യ ഇവിടെ വളരെ വിശദീകരിച്ച് അതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ എന്നെപ്പോലുള്ളവർക്ക് അത് സന്തോഷമാണ്. സംഗീതത്തിലായാലും നൃത്തത്തിലായാലും പ്രായത്തെ മാനിക്കാതെ തൻ്റെ ശിഷ്യർക്ക് വേണ്ടി ജീവിതം മുഴുവൻ സമർപ്പിക്കുന്ന വളരെ വിരലിൽ എണ്ണാവുന്ന ഒരു അധ്യാപിക കൂടിയാണ്. ഇന്നും അതാണ് ഞാൻ എടുത്തു പറയുന്നത്, ഇന്നും ആ കർമ്മത്തിൽ ഭഗവാന് വേണ്ടി ഈശ്വരൻ തനിക്ക് തന്ന ആ സിദ്ധി തൻ്റെ ശിഷ്യർക്ക് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന ആ പാദത്തിൽ നമസ്കരിക്കുകയല്ലാതെ എനിക്ക് വേറെ വാക്കുകളില്ല. അവരുടെ അനുഗ്രഹം നമുക്ക് കിട്ടണം, അല്ലാതെ അവർക്ക് ആരോഗ്യ സൗഖ്യം നേരാനുള്ള യാതൊരു ശക്തിയും എനിക്കുമില്ല, നമുക്ക് ആർക്കുമില്ല. ആ മഹത്തായ ഗുരുനാഥ ഇനിയും അനേക കാലങ്ങളിൽ അനേകം ശിഷ്യസമ്പത്തുകളെ തന്ന് നമ്മുടെ കലാ സാംസ്കാരിക വേദിയെ ധന്യമാക്കാൻ എറണാകുളത്തപ്പൻ അനുഗ്രഹിക്കണമെന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ടും ഇങ്ങനൊരു അവസരം എനിക്ക് ഒരുക്കി തന്നതിന് അവരോടുള്ള എൻ്റെ നന്ദിയും അറിയിച്ചുകൊണ്ട് ഞാൻ എല്ലാവർക്കും പ്രണാമം അർപ്പിക്കുന്നു. ഓം നമഃ ശിവായ. ഇന്നത്തെ ഈ പരിപാടിയിൽ ഇവിടെ സന്നിഹിതനാകുന്നതിന് വേണ്ടി ഇന്നത്തെ ജോലി പോലും ഇന്നലെ തിരുവനന്തപുരത്ത് പോയി തീർത്ത് അത്രയും വേഗത്തിൽ നമ്മുടെ പരിപാടിയിൽ പങ്കെടുക്കണമെന്ന കഠിനമായ ആത്മാർത്ഥമായ ആഗ്രഹത്തോടെ ഇവിടെ എത്തി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ ശ്രീ പത്മകുമാർ സാറിന് ഞങ്ങളുടെ ഒരു സ്നേഹ ആദരപൂർവമുള്ള ഒരു
സമർപ്പിക്കുകയാണ്. അതിനായി ഞങ്ങളുടെ പ്രസിഡന്റ് ശ്രീ രാജേന്ദ്ര പ്രസാദ് അവരെ ക്ഷണിക്കുന്നു. ഈ ചടങ്ങിൻ്റെ കൃതജ്ഞത നിർവഹിക്കുന്നതിന് വേണ്ടി എറണാകുളം ക്ഷേത്രക്ഷേമ സമിതി മെമ്പർ ശ്രീ PV അധികാരൻ അവരുടെ സാദരം ക്ഷണിക്കുന്നു. നമസ്കാര ഇന്നത്തെ ഈ സായം സന്ധ്യയിലെ എറണാകുളത്തപ്പൻ്റെ തിരുമുറ്റത്ത് അതിമനോഹരമായിട്ട് തന്നെ ഒരു ചടങ്ങ്, തീർച്ചയായിട്ടും നാളെ നടക്കാൻ പോകുന്ന കൊടിയേറ്റത്തിന് മുന്നോടിയായിട്ട് നടക്കുന്ന ഒരു സമർപ്പണം എല്ലാവരും സന്തോഷിച്ചു കാണും. ആദ്യമായിട്ട് ഈ പരിപാടിയിൽ അധ്യക്ഷം വഹിച്ച നമ്മുടെയൊക്കെ പ്രിയങ്കരനായ ക്ഷേത്രക്ഷേമ സമിതി പ്രസിഡന്റ് ശ്രീ രാജേന്ദ്ര പ്രസാദ്, ഇത് കഴിഞ്ഞ 4-5 മാസമായിട്ട് ഞങ്ങളെ ശിക്ഷിക്കുകയും ശാസിക്കുകയും അതുപോലെ തന്നെ വടിയെടുത്തുകൊണ്ട് നമ്മൾ ഉപദേശിക്കുകയും നല്ല രീതിയിൽ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയും ചെയ്യുന്ന ശ്രീ രാജപ്രസാദ് ഏട്ടനെ ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി അല്ലെങ്കിൽ കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ADGP അദ്ദേഹം പറഞ്ഞു, കഴിഞ്ഞ 2 വർഷമായിട്ട് അദ്ദേഹത്തിന് വരാൻ പറ്റിയില്ല. തീർച്ചയായിട്ടും ഈ വരുന്ന നാളെ കൊടിയേറുമ്പോൾ തീർച്ചയായും 6-ാം തീയതി വരെ ഈ പരിപാടി ഉണ്ടാകും. അദ്ദേഹത്തിന് വരാനുള്ള സമയം എറണാകുളത്തപ്പൻ നൽകും. തീർച്ചയായും അദ്ദേഹം ഇവിടെ ഉണ്ടാകും എന്ന് പ്രാർത്ഥിക്കുകയാണ്. എനിക്ക് ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, അടുത്ത പ്രാവശ്യം എന്തെങ്കിലും അദ്ദേഹം നമ്മുടെ കേരളത്തിൻ്റെ ചുക്കാൻ പിടിക്കുന്ന DGP ആകണം. അതാണ് നമ്മുടെ ആഗ്രഹം. കാരണം എറണാകുളത്തപ്പൻ അദ്ദേഹത്തിന് എല്ലാ അനുഗ്രഹവും കൊടുക്കും. ഞങ്ങളെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തി ഈ ധന്യമുഹൂർത്തത്തിൽ പങ്കെടുത്ത ശ്രീ പത്മകുമാർ സാറിനെ ക്ഷേത്രക്ഷേമ സമിതിയുടെ പേരിൽ ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ഇന്നത്തെ ഈ പരിപാടിയിൽ ഏറ്റവും കൂടുതൽ ശോഭിച്ചു നിൽക്കുന്ന കലാക്ഷേത്രം വിലാസിനി ടീച്ചർക്ക് ദീർഘായുസ്സും സർവ്വവിധ മംഗളങ്ങളും ഐശ്വര്യങ്ങളും സർവശക്തനായ എറണാകുളത്തപ്പൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ വിലാസിനി ടീച്ചറുടെ നൃത്തത്തിൽ കൂടി ആയിരക്കണക്കിന് കുട്ടികൾക്ക് വിലാസം ഉണ്ടാക്കി കൊടുത്ത ഒരു നർത്തകിയാണ് വിലാസിനി ടീച്ചർ. തീർച്ചയായും ഞങ്ങളെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തി ആ ഭഗവാന്റെ ഈ തിരുസന്നിധിയിൽ വെച്ച് ഒരു പുരസ്കാരം നൽകി അത് ഏറ്റുവാങ്ങാൻ ഇവിടെ എത്തിയ ടീച്ചർക്ക് ഒരിക്കൽ കൂടി ഞങ്ങളുടെ നന്ദിയും ദീർഘായുസ്സും നേരുകയാണ്. അദ്ദേഹത്തിൻ്റെ വിലാസിനി ടീച്ചറുടെ പ്രിയതമൻ ശ്രീ മുരളിച്ചേട്ടൻ തീർച്ചയായിട്ടും ഒരാളെ ഉയർത്താനും ഉണർത്താനും അതുപോലത്തെ കഴിവും പ്രാപ്തിയുമുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം മുരളിച്ചേട്ടൻ. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ പ്രേരണ കൊണ്ടായിരിക്കാനും വിലാസിനി ടീച്ചറെ ഇത്രമാത്രം പരിപാടിയിൽ പങ്കെടുക്കുകയും അദ്ദേഹത്തിന് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ച് ശ്രീ മുരളിച്ചേട്ടനും ക്ഷേത്രക്ഷേമ സമിതിയുടെ പേരിൽ ഹൃദയംഗമായി നന്ദി രേഖപ്പെടുത്തുകയാണ്. ഞങ്ങളുടെയൊക്കെ പ്രിയങ്കരനായ TS രാധാകൃഷ്ണൻ, എറണാകുളത്തപ്പനെ വിളിച്ചാൽ വിളികേൽക്കുന്ന ഒരു മകൾ വ്യക്തി, ആയിരക്കണക്കിന് ഭക്തഗാനങ്ങളിലൂടെ ലോകം മുഴുക്കെ അറിയപ്പെടുന്ന ഒരു മകൻ വ്യക്തിയാണ് ശ്രീ രാധാകൃഷ്ണൻ. നമ്മുടെ എല്ലാ പരിപാടിയിലും യാതൊരു വൈപരീസ്യം കൂടാതെ ഈ പരിപാടിയിൽ പങ്കെടുത്ത് എല്ലാ പരിപാടിയിലും പങ്കെടുത്ത് നമുക്ക് വേണ്ട എല്ലാ മാർഗനിർദ്ദേശങ്ങളും ഭഗവാനെ കൂടുതൽ അടുപ്പിക്കാൻ അദ്ദേഹത്തിൻ്റെ പാട്ടുകളിൽ കൂടി കഴിയാനും സാധിക്കുന്നത് തീർച്ചയായും വലിയൊരു കാര്യം തന്നെയാണ്. അദ്ദേഹത്തിന് ദീർഘായുസ് നേരുകയാണ്. ഞങ്ങളുടെ ഹൃദയംഗമായി നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ബാലഗോപാൽ തീർച്ചയായിട്ടും കുറേ ദിവസങ്ങളായിട്ട് ആത്മാർത്ഥമായി പ്രവർത്തിക്കുകയും എല്ലാ പരിപാടികൾക്കും നേതൃത്വം ചെയ്യുന്ന ഒരു മഹൽ വ്യക്തിയാണ് അഡ്വക്കേറ്റ് ബാലഗോപാൽ. തീർച്ചയായും അദ്ദേഹത്തിന് ആ ഊർജ്ജവും എന്നും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അദ്ദേഹത്തിന് നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ രഞ്ജിത്ത് നമ്മളെ ഫൈനാൻസ് മിനിസ്റ്ററാണ്. തീർച്ചയായിട്ടും നല്ല രീതിയിൽ
ഫൈനാൻസ് കൺട്രോൾ ചെയ്ത് ഈ ക്ഷേത്രത്തിൻ്റെ ഉത്സവങ്ങൾ മാത്രമല്ല കഴിഞ്ഞ വർഷവും ഈ വർഷവും ഒക്കെ വളരെ നല്ല രീതിയിൽ തന്നെ ക്രോഡീകരിച്ചുകൊണ്ട് ഫൈനാൻസ് എങ്ങനെ സ്പെൻഡ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ കമ്മിറ്റി അവതരിപ്പിക്കുകയും അത് നല്ല രീതിയിൽ ചെയ്യുകയും ചെയ്യുന്ന ഫൈനാൻസ് കമ്മിറ്റിയുടെ ട്രഷറർ ശ്രീ രഞ്ജിത്തിന് ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മകൻ വ്യക്തിയുണ്ട്, ശ്രീ അദ്ദേഹം ഇഷ്ടപ്പെട്ട ശരത്ത് ഒളിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ എല്ലാ ദിവസങ്ങളിലും പ്രോഗ്രാമിൻ്റെ ഒരു കോർഡിനേറ്ററാണ് അദ്ദേഹമായി ഇതൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും എല്ലാ പരിപാടികളും ഇന്ന് എറണാകുളത്ത് ഈ പരിപാടി കഴിഞ്ഞ 3 ദിവസമായി നടക്കുന്ന പരിപാടി മാത്രമല്ല അടുത്ത 6-ാം തീയതി വരെ നടക്കുന്ന എല്ലാ പരിപാടികൾക്കും ചുക്കാൻ പിടിക്കുന്ന ശ്രീ ശരത്ത്, തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഞങ്ങളുടെ ഹൃദയംഗം നന്ദി രേഖപ്പെടുത്തിയാണ്. അത് വീണ്ടും ഊർജ്ജസ്വത്തോടുകൂടി ഈ പരിപാടി നല്ല രീതിയിൽ നടത്തുവാൻ അദ്ദേഹത്തിൻ്റെ ദൈവം എറണാകുളത്തപ്പൻ ശക്തി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ കമ്മിറ്റി മെമ്പേഴ്സ് കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് ഒരുപാട് വിഷമങ്ങളും ത്യാഗങ്ങളും സഹിച്ചുകൊണ്ടാണ് പരിപാടികളൊക്കെ പങ്കെടുക്കുന്നത്. എല്ലാ മാന്യ വ്യക്തികൾക്കും എല്ലാ കമ്മിറ്റി അംഗങ്ങൾക്കും എറണാകുളത്തപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. അതുപോലെ തന്നെ നമ്മൾ ക്ഷണിസ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന 100 കണക്കിന് ഭക്തജനങ്ങൾക്ക് തീർച്ചയായിട്ടും അവർക്കൊക്കെ എറണാകുളത്തപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാകും. ഒറ്റ കാര്യമേ പറയാനുള്ളൂ, നാളെ വൈകിട്ട് ഈ സമയത്ത് ഇവിടെ നടക്കാൻ പോകുന്ന ഒരു മഹത്തരമായ കാര്യമാണ് എറണാകുളത്തപ്പൻ നമ്മുടെ കൊടിയേറ്റം. ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നുമില്ലാതെ എല്ലാ ഭക്തജനങ്ങൾക്കും കയറി വരാനുള്ള എറണാകുളത്തിൻ്റെ തിരുസന്നിധിയാണ് ഇവിടെ. തീർച്ചയായും നാളെ മുതൽ ഈ തിരുസന്നിധിയിൽ എറണാകുളത്ത് മാത്രമല്ല കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിലും ആൾക്കാർ ഭക്തജനങ്ങൾ ഇവിടെ എത്തും. അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കണം. കമ്മിറ്റി മാത്രമല്ല, ഇവിടെ കൂടിയിരുന്ന ഭക്തജനങ്ങൾ നമ്മളും എറണാകുളത്തപ്പൻ്റെ ഭക്തർ എന്ന നിലയിൽ ചെയ്തു കൊടുക്കണം. അവർക്ക് എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കണം. അതിലെല്ലാവരും ഈ അങ്കണത്തിൽ ക്ഷണിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാ ഭക്തജനങ്ങൾക്കും എറണാകുളത്തപ്പൻ്റെ സർവ്വവിധ മംഗളങ്ങളും ഐശ്വര്യങ്ങളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ എറണാകുളത്തപ്പൻ്റെ തിരുസന്നിധിയിൽ എറണാകുളത്തപ്പൻ്റെ പാദങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ഓം നമഃ ശിവായ. അശീതി ആഘോഷിക്കുന്ന കലാക്ഷേത്രം വിലാസിനി ടീച്ചറെ സമാദരിക്കുന്ന ചടങ്ങ്, ഔദ്യോഗിക ചടങ്ങ് ഇവിടെ അവസാനിക്കുകയാണ്. തുടർന്ന് ടീച്ചറുടെ നേതൃത്വത്തിൽ ടീച്ചറുടെ ശിഷ്യരും പ്രശിഷ്യരുമാണ്